വിവാദമായ എപ്സ്ലീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും. തന്റെ ഉപദേശം സ്വീകരിച്ച് മോദി ട്രംപിനായി ഇസ്രയേലിൽ പോയെന്നാണ് എപ്സ്ലീന്റെ പരാമർശം. ഉപദേശം സ്വീകരിച്ചത് ഗുണം ചെയ്തുവെന്നും പരാമർശം. രാജ്യത്തിന് നാണക്കേടെന്നും എന്തു പ്രയോജനമാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് ചോദിച്ചു. എപ്സ്ലീനിന്റെ പരാമർശം ജൽപ്പനമെന്നും അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചു. ആതിര ജെയിനുണ്ട്. എപ്സ്ലീനിന്റെ പരാമർശം YS അഭിനന്ദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ഞാൻ ആതിര ജെയിനിലേക്ക് പോകുന്നു. ആതിര ജെയിൻ, രാജ്യത്തിന് നാണക്കേടെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് എപ്സ്ലീന്റെ പരാമർശം, മോദിയുടെ പേര് എപ്സ്ലീൻ ജെറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. വളരെ കുപ്രസിദ്ധമായൊരു കേസാണിത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ആതിര? ൃങ്കുമാർ, അതായത് ലോകത്താകെ തന്നെ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ വിവരമാണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഈ ഫയലുകളിൽ പരാമർശിക്കുന്നെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫയലുകളിലെ അവസാന ഭാഗത്താണ് ഈ പരാമർശമുള്ളത്. അതിൽ എപ്സ്റ്റീൻ പറയുന്നത് തന്റെ ഉപദേശം സ്വീകരിച്ച് മോദി ഇസ്രയേലിൽ പോയി ആൻഡ് ഇറ്റ് വർക്ക്ഡ് എന്നാണ്. അത് ഗുണം ചെയ്തു എന്ന് അതിൽ പരാമർശിക്കുന്നുണ്ട്. അത് എന്താണെന്നോ എന്ത് കാര്യത്തിനാണെന്ന്, എന്താണ് അതിലുണ്ടായ പ്രയോജനമെന്നോ കൂടുതൽ അതിൽ വ്യക്തമാക്കുന്നില്ല. ഇതിപ്പോൾ തന്നെ രാഷ്ട്രീയ വിവാദമായി കഴിഞ്ഞു. കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. എന്താണ് പ്രയോജനമുണ്ടായതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. മോദിയുടെ പേര് പുറത്തു വന്നത് വിവാദമായി. അതിന് കോൺഗ്രസ് അതിൽ പ്രതികരിച്ചു. അതേസമയം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2017 മോദി ഇസ്രയേലിൽ പോയിരുന്നു. അത് ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ പരാമർശം അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് എന്ന ഒരു വലിയ വിവാദമാണ്, ഒരു പുതിയ പരാമർശമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ ഫയലുകൾ അനുസരിച്ച് നിരവധി വിവരങ്ങളാണ്. 100ഓളം തവണ ട്രംപിന്റെ പേര് പരാമർശിക്കുന്ന ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിട്ടായിരുന്നു. ബിൽഗേറ്റ്സിനെതിരെയും പുതിയ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതിൽ പുറത്തു വന്നിരുന്നു. ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ വിവാദമായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഇതിൽ ഉൾപ്പെട്ടു എന്നതാണ്. മാത്രമാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സ്ഥിരീകരിക്കുന്നത്. ഈ എപ്സ്റ്റീൻ പരാമർശത്തിൽ 2017 നരേന്ദ്രമോദി ഇസ്രായേലിൽ സന്ദർശനം നടത്തി എന്നത് വസ്തുതയാണ്. എപ്സ്റ്റീൻ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു ലൈംഗിക കുറ്റവാളിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ഈ എപ്സ്റ്റീൻ തന്റെ ജെറ്റിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രമുഖരായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ എപ്സ്റ്റീൻ ഫയലിൽ വന്നിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് എപ്സ്റ്റീനുമായി എന്താണ് നരേന്ദ്രമോദിക്ക് ബന്ധം എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് കൂടി ഉയർത്താൻ പോകുന്നത്. അതിൽ തന്റെ നിർദ്ദേശം സ്വീകരിച്ച് ഇസ്രായേലിലേക്ക് പോയി എന്നുള്ളതാണ്. അതിലിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം 2017 പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചു എന്നത് മാത്രമാണ് വസ്തുത. 2017 ജൂലൈ മാസത്തിലാണ് പ്രധാനമന്ത്രി ജൂലൈ സന്ദർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ അലിഗേഷൻസും, എല്ലാ ആരോപണങ്ങളും അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളുന്നു എന്നുള്ളതാണ്. ഒരു കുറ്റവാളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഡിസ്മിസ്ഡ് വിത്ത് ദി അറ്റ്മോസ്റ്റ് കണ്ടംപ്റ്റ്, അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയം അത് തള്ളിക്കളയുമ്പോൾ ഒരു കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രധാനമന്ത്രി പോയി എന്ന മട്ടിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നത് സ്വാഭാവികമായും കൂടുതൽ പ്രതിരോധിക്കേണ്ടി വരില്ലേ? കോൺഗ്രസ് ഇത് ആയുധമാക്കില്ലേ? പ്രത്യേകിച്ച് നാളെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ പാർലമെന്റിൽ വലിയ കൊടുങ്കാറ്റുയർത്താൻ പര്യാപ്തമല്ലേ? തീർച്ചയായും തീർച്ചയായും BJP നേതൃത്വം പ്രധാനമന്ത്രിയും മറുപടി പറയേണ്ടി വരും. കാരണം ലൈംഗിക കുറ്റവാളിയാണ്, ഏറെ വിവാദമായതാണ് എപ്സ്റ്റീൻ ഫയലുകൾ. അത് ഒരുപാട് ചർച്ചയായിട്ടുണ്ട്, രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. അപ്പൊ എന്തിന് പ്രധാനമന്ത്രി അത്തരമൊരു ലൈംഗിക കുറ്റവാളിയുടെ അത്തരമൊരു ഉപദേശം കേട്ട് ഇസ്രയേലിൽ പോയി എന്നത് നിരവധി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്, ഒരു പരാമർശമാണ്. ഇതിന് ദൂരവ്യാപക പ്രത്യാഘാതമുള്ളതാണ്. തീർച്ചയായും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയ വിവാദമാകും. ഇത് കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഇതിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്, ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിന് മറുപടി വേണം. ഇത് രാജ്യത്തിന് കളങ്കമാണ്. കുറ്റവാളിയുമായി, കളങ്കിതനായ ഒരു വ്യക്തിയുമായി എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബന്ധം? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തിന് അങ്ങനെ ഒരാളുടെ ഉപദേശം സ്വീകരിച്ച് ട്രംപിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപിന് വേണ്ടി എന്തിനു മോദി പ്രവർത്തിക്കുന്നു? അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? എന്താണ് അതിൽ നിന്നുണ്ടായ നേട്ടം? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. തീർച്ചയായും ഇത് വരും ദിവസങ്ങളിൽ പാർലമെന്റിലടക്കം ഉന്നയിക്കുന്നതിൽ സംശയമില്ല. കോൺഗ്രസ് ഇപ്പോൾ തന്നെ അത് ഉന്നയിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ വിവാദമാകുന്നതിൽ സംശയമില്ല. BJPക്കും പ്രധാനമന്ത്രിക്കും ഇതിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാനും സാധ്യമല്ല.
ഓക്കെ, അതിൽ തുടരുക. നമുക്കിപ്പം YS അഭിനന്ദ് കൂടി ചേരുന്നുണ്ട്. YS അഭിനന്ദ്, വിദേശകാര്യ മന്ത്രാലയം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ വെളിപ്പെടുത്തലുകളുടെ ഗൗരവം എന്താണ് എന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന് അറിയാം. 2019 ഈ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ ഈ ജെഫ്രി എപ്സ്റ്റീൻ പിന്നീട് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ട്രംപിനെ മാത്രമല്ല, അത് ഇന്ത്യയിലും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ചില വിവരങ്ങളും സൂചനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരം, ഇസ്രായേലിലേക്ക് നരേന്ദ്രമോദി ഈ യാത്ര നടത്തിയത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഒരു ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ മെയിലുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പ്രതികരണം അത് തൃപ്തികരമാണോ? അഭിനന്ദ്, കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനത്തിന് തൃപ്തികരമായൊരു മറുപടി നൽകാൻ സാധിച്ചിട്ടുണ്ടോ വിദേശകാര്യ മന്ത്രാലയത്തിന്? YS അഭിനന്ദ്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബജറ്റിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇപ്പോൾ പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ദ്രുതഗതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. ലൈംഗിക കുറ്റവാളിയും ധനകാര്യ സ്ഥാപന ഉടമയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പുതുതായി പുറത്തിറങ്ങിയ യുണൈറ്റഡ് സ്റ്റേറ്റ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഫയലുകളിലെ പരാമർശത്തിൽ അതിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഉൾപ്പെട്ടിരിക്കുന്നു. അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിശദീകരണമായി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കാര്യവും നടന്നിട്ടില്ല. 2017 ഇസ്രായേൽ സന്ദർശിച്ചു എന്ന് മാത്രമാണ് വസ്തുതാപരമായ ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു കുറ്റവാളിയുടെ ജ്വൽപ്പനകളാണിതെന്നും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കി. 2017 ജൂലൈയിൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായുള്ള സന്ദർശനമാണ് നടത്തിയത്. അല്ലാതെ ആരുടെയും ഉപദേശപ്രകാരമല്ല പ്രധാനമന്ത്രി അവിടെ പോയത്. അത് രാജ്യത്തിന്റെ തന്നെ ചില കാര്യങ്ങൾ, അത് ആശങ്കകൾ അടക്കം അറിയിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ സന്ദർശനം മാത്രമാണെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇത് പോകുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇത്ര വലിയൊരു കൊടും കുറ്റവാളിയുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടാക്കിയത്? അദ്ദേഹം ഈ ഫയലുകളിനകത്ത് പരാമർശിക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിൽ പോയതിനു ശേഷം രാജ്യത്തിന് ചില പ്രയോജനങ്ങളുണ്ടായി, ചില ഗുണങ്ങളുണ്ടായി. ആ ഗുണങ്ങളൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രയോജനമാണെന്ന് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എപ്സ്റ്റീൻ ഫയലുകളിലെ പരാമർശം. ആ പ്രയോജനം എന്താണെന്ന് BJPയും പ്രധാനമന്ത്രിയും വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. പവൻ ഖേരയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നത്. എന്ത് പ്രയോജനമാണെന്ന് ഉടൻ തന്നെ അത് പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയണം. ഇത്ര വലിയൊരു കുറ്റവാളി 1000 പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്ത കേസിലടക്കം വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു കുറ്റവാളി ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന് ആകമാനം കളങ്കമുണ്ടാക്കുന്ന സാഹചര്യമാണെന്നും എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഒരു വിശദീകരണം അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. എന്ത് പ്രയോജനമാണ് കൊടും കുറ്റവാളിയിൽ നിന്നും രാജ്യത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. ബജറ്റിന് മണിക്കൂറുകൾക്ക് മുമ്പ് എന്തായാലും നരേന്ദ്രമോദി വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു. BJPയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും ഇപ്പോൾ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനു മുമ്പ് തന്നെ വിദേശകാര്യ മന്ത്രാലയം അവരുടെ അഭിപ്രായം ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജെഫ്രി എപ്സ്റ്റീൻ ഫയലിൽ മോദിയുടെ പേരുമുണ്ട്. നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ടായിരുന്നു, അതേപോലെ ബിൽ ക്ലിന്റന്റെ പേരുണ്ടായിരുന്നു. എന്തിനേറെ ബിൽഗേറ്റ്സിന്റെ പേരുകൾ വരെ എപ്സ്റ്റീൻ ഫയലിൽ നേരത്തെ ഉണ്ടായിരുന്നു. റഷ്യൻ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടു. അതിന്റെ പേരിൽ ഈ ബിൽഗേറ്റ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ US നീതിന്യായ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിൽഗേറ്റ്സിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങളുടെ വിവരമാണ്. റഷ്യൻ പെൺകുട്ടികളുമായുള്ള ബന്ധത്തിലൂടെ ബിൽഗേറ്റ്സിന് ലൈംഗിക രോഗം ബാധിച്ചുവെന്നും ഭാര്യ മെലിൻഡ അറിയാതെ ചികിത്സ തേടിയെന്നാണ് എപ്സ്റ്റീന്റെ ഇപ്പോൾ പുറത്തുവന്ന ഫയലുകളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. ആ ഫയലുകളിൽ ഒന്നിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്സ്റ്റീന്റെ നിർദ്ദേശാനുസരണം ഇസ്രായേലിലേക്ക് പോയി. അത് 2017 ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോയത് അതിന്റെ ഗുണം പിന്നീട് ഇന്ത്യക്കുണ്ടായി എന്നുള്ളതാണ്. കോൺഗ്രസ് ചോദിക്കുന്നു, എന്ത് ഗുണമാണ് ഉണ്ടായത്? കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ നിരവധി നേതാക്കൾക്ക് കാഴ്ചവെച്ചതിന്റെ പേരിലൊക്കെ 2019 ആരോപണ വിധേയനായി ജയിലിൽ വിചാരണ നേരിടുന്നതിനിടയിലാണ് ജെഫ്രി എപ്സ്റ്റീൻ കൊല ചെയ്യപ്പെടുന്നത്. ആത്മഹത്യയാണെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എന്നാലും ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ വലിയ വിവാദമുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ US നീതിന്യായ കോടതി നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന രേഖകളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിടിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും
ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകളിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വന്നത് 2017 പ്രധാനമന്ത്രി ഇസ്രായേലിൽ സന്ദർശനം നടത്തിയത് ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ നിർദ്ദേശാനുസരണമാണ് എന്നുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.